ഒരു ഭാഗത്ത് വലിയ വെല്ലുവിളികൾക്കിടയിലും പാകിസ്ഥാന്റെ ചില നേതാക്കൾ തങ്ങളുടെ പരാജയം തുറന്നു സമ്മതിച്ചിരിക്കുകയല്ലേ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിരോധ സംവിധാനങ്ങളാണ്. പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയല്ലേ. അതിലൂടെ വ്യക്തമാക്കുന്നത് അവർ പരാജയം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, ഈ ഖ്വാജ ആസിഫിനെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പഴയ ചലച്ചിത്രമാണ് ഓർമ്മ വരുന്നത്. അതിലൊരു കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത്, കീലേരി അച്ചു എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഈ പണ്ടൊക്കെ ഈ പഞ്ചതന്ത്രം കഥയിലുമൊക്കെ വായിക്കുമല്ലോ, ഞാനും മുതലയച്ചനും കൂടെ ആനയെ പിടിച്ചു എന്ന് പറയുന്ന ആമയുടെ സ്വഭാവം. അത് ആണ് ഈ ഖ്വാജ ആസിഫിൻ്റെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി ഇപ്പോൾ അങ്ങ് തീർത്ത് കളയും എന്നൊക്കെയാണ്, ഇന്ത്യയെ നശിപ്പിച്ച് കളയും, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് വലിയ പിഴവ് പറ്റി, ഞങ്ങളുടെ സൈന്യം പരാജയപ്പെട്ടു, ഈ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ഈ മിസൈലുകൾ അയച്ച് ഞങ്ങളെ ആക്രമിച്ചത്, ഈ 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് കണ്ടെത്താൻ നമ്മുടെ സൈന്യത്തിന് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല, മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഇപ്പോൾ ഖ്വാജ ആസിഫ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖ്വാജ ആസിഫ് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ മുൻനിര സൈന്യം പരാജയപ്പെട്ടു കഴിഞ്ഞു, അവർക്ക് ഭാരതത്തിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഭാരതം ഏതൊക്കെ മാർഗത്തിലൂടെ ആക്രമിക്കും, എങ്ങനെയൊക്കെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് കടന്നു വരും, ഏതൊക്കെ മാർഗങ്ങളിലൂടെ വരും എന്നൊന്നും, മിസൈൽ ഏത് വഴിക്ക് വരും എന്നൊന്നും അവർക്കിപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാക് സൈന്യം വലിയ പ്രതിരോധത്തിലാണ്. ഇപ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നത് ഈ മദ്രസയിലെ വിദ്യാർത്ഥികൾ, അവർ മദ്രസയിലെ വിദ്യാർത്ഥികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീകരരെയാണ്. അതായത് അവർ മദ്രസകളിൽ പാർപ്പിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പുറത്തുവിടുന്ന ഭീകര പ്രവർത്തകരുണ്ട്. ഈ ഭീകരന്മാരെ 2ാം നിര സൈന്യമായിട്ട് ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ ഈ ഖ്വാജ ആസിഫ് പറയുന്നത്. അത് 2ാം നിരയല്ല, മുൻനിര സൈനികരായിട്ട് തന്നെ. അതിപ്പോൾ ആദ്യത്തെ സംഭവമല്ലല്ലോ, കാർഗിലിൽ നാം കണ്ടതാണ്. അതെ, കാരണം യഥാർത്ഥ സൈനികർ മരണപ്പെടുമ്പോഴും ഇവർ അവസാനം പറയുന്നത് ഇത്തരം മുജാഹിദ് മദ്രസ, അതെ, മുജാഹിദീനുകളാണ്, ഇത് ഭീകരന്മാരാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന പാകിസ്ഥാനെയും പാക് നേതാക്കളെയും പാക് സൈനിക വക്താക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഖ്വാജ ആസിഫ് മാത്രമല്ല, പാക് പാർലമെൻറ്റിലെ ഒരു MP, അദ്ദേഹത്തിൻ്റെ പേര് താഹിർ ഇക്ബാൽ എന്നാണ്. അദ്ദേഹം ഈ പാർലമെൻറ്റിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ, മറ്റൊരു വഴിയുമില്ല. അതായത് മോദിയെയും ഇന്ത്യയെയും തകർക്കാൻ ഒരിക്കലും പാകിസ്ഥാന് കഴിയില്ല, നമ്മുടെ സൈന്യത്തിന് കഴിയില്ല, നമ്മളെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയും കൂട്ടരും കാണിച്ച, അല്ലെങ്കിൽ പാക് സൈന്യം കാണിച്ച ഈ അവിവേകം പാകിസ്ഥാൻ ജനതയെ ഒന്നടങ്കം വലിയ ആപത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു MP-യെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടു. ഈ ഖ്വാജ ആസിഫിനെ പോലെയുള്ള വിടുവായന്മാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും പാക് ജനതയ്ക്ക് വലിയ തോതിൽ, പാകിസ്ഥാനിലെ ജനത തന്നെ വലിയ രീതിയിൽ തീവ്രവാദവൽക്കരിക്കപ്പെട്ട, ഭീകരവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ്. ഇന്ത്യ വിരോധമാണ് അവരുടെ ജീവവായു. മതത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാഷ്ട്രം, അത് മതത്തിൻ്റെ പേരിൽ തന്നെ വളർന്ന്, മതത്തിൻ്റെ പേരിൽ വർഗീയമായി സംഘടിച്ച്, മതത്തിൻ്റെ പേരിൽ അത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഭീകര പരിശീലനം നൽകി അവിടെയുള്ള വിവിധ സമുദായങ്ങളെ, ഈ ജനങ്ങൾ വിവിധ വിഭാഗങ്ങളിലുള്ള സമുദായങ്ങളിലുള്ള ജനങ്ങളുണ്ട്, അവർക്കെല്ലാം സ്വന്തമായിട്ട് ഇത്തരത്തിൽ ആയുധങ്ങളും ആയുധ പരിശീലനവും വെടിക്കോപ്പുകളും ഒക്കെ അവർ അവരുടേതായ രീതിയിൽ നൽകുകയും തുടർന്ന് വരികയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു രാഷ്ട്രം, ഒരു പ്രതിരോധ സംബന്ധമായ അല്ലെങ്കിൽ സൈനിക സംബന്ധമായ യാതൊരു അച്ചടക്കവും പാലിക്കാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ മുൻനിർത്തി, പാകിസ്ഥാന് തന്നെ അറിയാം തങ്ങളുടെ ഭാഗത്ത് പരാജയം സംഭവിച്ചിട്ടുണ്ട്, തങ്ങൾ മുന്നോട്ട് പോയാൽ പരാജയം കൃത്യമായി സംഭവിക്കുമെന്ന് ധാരണ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു ചാവേറുകളെ പോലെ മരണത്തിന് മുന്നിൽ അവർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്? മരിച്ചാൽ സ്വർഗം കിട്ടും, സ്വർഗത്തിൽ ചെന്നാൽ 72 ഹൂറികളാണ് കാത്തിരിക്കുന്നത്. ഈ അറിവുള്ളവർ
സ്വർഗത്തെക്കുറിച്ചും ഹൂറികളെക്കുറിച്ചും മാത്രം സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് മരണം ഒരു പ്രശ്നമല്ല. ഈ ഭൂമിയിലെ ജീവിതം അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. മദ്രസ വിദ്യാഭ്യാസം അവർക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ്. ഈ മദ്രസകളെല്ലാം ഭീകരവാദത്തിൻ്റെ നഴ്സറികൾ തൊട്ട് സർവകലാശാല വരെ നടത്തുന്നതാണ് പാകിസ്ഥാനിലെ മദ്രസകളെന്ന് ലോകം മുഴുവനും അറിഞ്ഞതല്ലേ. അവിടെ കൊടുക്കുന്ന പരിശീലനം എന്താണ്? പിന്നെ ഇത്തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചും വ്യാജ നിർമ്മിതികളാണ്. അത്തരത്തിൽ വ്യാജ നിർമ്മിതികളിലൂടെ സ്വർഗം കിട്ടും, ഹൂറികളെ കിട്ടും, പിന്നെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ദൈവത്തിൻ്റെ പറുദീസ, ദൈവത്തിൻ്റെ ദർബാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ആ രീതിയിൽ വക്രീകരിച്ച് തെറ്റായ അറിവ് നൽകി അവരെ പുറത്തു വിടുകയാണ്. അപ്പോൾ പിന്നെ അവർ ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യുക? അവരെ സംബന്ധിച്ച് കൊല്ലുന്നതും ഇതിൽ ചാകുന്നതും ഒരുപോലെ ശ്രേഷ്ഠമാണ്. ഒരു പക്ഷേ ചാകുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. ആ രീതിയിൽ അവർ കൊല്ലുന്നതും മരിക്കുന്നതും സ്വയം മരിക്കാൻ തയ്യാറാകുന്നതും ഒക്കെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് സ്വർഗരാജ്യമാണ്. ഇത്തരത്തിൽ ഇങ്ങനത്തെ മതം എന്താ പറയുക കുത്തിവെച്ച്, വിഷം കുത്തിവെച്ച് ആൾക്കാരെ പരമത വിദ്വേഷവും വിരോധവും വെറുപ്പും മാത്രം പഠിപ്പിച്ച് വിടുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പിന്നെ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുക? അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ ഭരിക്കുന്ന സർക്കാരിന് എത്ര വിവേകമുണ്ടാകും? കാരണം ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ തന്നെയല്ലേ അത്? ഈ ജനങ്ങൾ തന്നെയല്ലേ ആ സർക്കാരിനെ നിലനിർത്തുന്നത്? അപ്പോൾ ആ സർക്കാരും ഇതിൽ നിന്നൊട്ടും വിഭിന്നമല്ല. അവിടുത്തെ മുതിർന്ന സൈനിക തലവന്മാരാകട്ടെ, സൈനിക ഉദ്യോഗസ്ഥരാകട്ടെ, ഈ കിട്ടുന്ന ഭീമമായ പ്രതിരോധ ഫണ്ട് അതുപയോഗിച്ച് അത് അടിച്ചു മാറ്റി ആയുധങ്ങളൊക്കെ വാങ്ങുന്നതിന് കമ്മീഷനും ഒക്കെ വാങ്ങിച്ച് ലണ്ടനിലും അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ബിസിനസ്സും സ്ഥലവും ഫ്ലാറ്റുകളും ഒക്കെ വാങ്ങിച്ച് കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകൾ വാങ്ങി അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. അവരവിടെ ചെന്ന് സുരക്ഷിതമായിട്ട് പഠിക്കുന്നു, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു, ഇവരിവിടെ താമസിക്കുന്നു, അവർക്കൊരു പ്രശ്നവുമില്ല. അതാണ് പാകിസ്ഥാനിൽ. ഈ പാകിസ്ഥാനിലെ ജനങ്ങളെ എന്താ പറയുക, ബലിയാടുകളാക്കി അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ നിർമ്മിതികളിലൂടെ അവരെ സഞ്ചരിപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ് ഈ പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും ഒക്കെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സത്യം എന്താണെന്നറിയില്ല. 1965-ലും 71-ലും 99-ലും ഒക്കെ നടന്ന യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചു എന്നാണ് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ, സാധാരണ പൗരന്മാർ വിശ്വസിക്കുന്നത്. വളരെ ചെറിയ വിഭാഗം ആൾക്കാർക്ക്, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സത്യം എന്താണെന്ന് അറിയുള്ളൂ. പക്ഷേ അവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത് 65-ലും 71-ലും 99-ലും ഒക്കെ ഞങ്ങൾ വിജയിച്ചു എന്നാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിന് എങ്ങനെ നിലനിൽപ്പുണ്ടാകും? ഇപ്പോൾ ഖ്വാജ ആസിഫുമാരെ പോലെയുള്ള CNN IBNൻ്റെ അടുത്ത് ഇന്ത്യയുടെ 5 വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടു, എവിടെ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് മറുപടി പറഞ്ഞ ഒരു പുങ്കവനാണ് ഈ ഖ്വാജ ആസിഫ്. അപ്പോൾ അയാളുടെ തലയ്ക്കകത്ത് പ്രകാശമല്ല നിലാവാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ളൊരു ഭരണകൂടവും ഒക്കെ ചേർന്ന് വലിയ രീതിയിൽ ആ രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെ നശിപ്പിച്ച് കളഞ്ഞു, ആ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കി കളഞ്ഞു. ശരിയാണ്, മതപരമായിട്ട് വിഭജിച്ച് മതത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ്. അതിന് ആത്മാവുണ്ടോ, അതിന് ഇതൊക്കെ ഉണ്ടോ എന്ന ചോദ്യം ഉയരും, അത് ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു തനത് രാഷ്ട്രം 10-70 കൊല്ലം 75 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ഈ തരത്തിലാണ് വന്നെത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മുടെ ലോകത്തെ ഈ മതം പറഞ്ഞ് മതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ.